ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. കൽക്കി 2898 AD, പ്രഭാസിന്റെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമ. അത് പ്രഭാസിന്റെ ഏറ്റവും വലിയ സിനിമ എന്നോ അല്ലെങ്കിൽ പ്രഭാസിന്റെ അടുത്തതായിട്ട് വരുന്ന സിനിമ എന്നോ പ്രഭാസിന്റെ കംബാക്ക് എന്നോ ഒന്നുമല്ല. അത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് തന്നെ ഒരു പക്ഷെ പാൻ ഇന്ത്യൻ രീതിയിൽ, പാൻ വേൾഡ് രീതിയിൽ വളരെ വലിയ ശ്രദ്ധ നേടാൻ പോകുന്ന സിനിമയാണെന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. കാരണം ഇതിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പ്രഭാസിന്റെ. അത് ഭയങ്കര ട്രോളാണ് നേടിയത്. കാരണം ഒരു അയൺമാൻ ലുക്ക്, അയൺമാന്റെ സൂട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു എന്താ പറയാ, എഡിറ്റഡ് വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര രീതിയിൽ ട്രോളെയും ഒരുപാട് ആളുകൾ പ്രഭാസിനെ കളിയാക്കിയതിന്റെ ഡയറക്ടറെ കളിയാക്കിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ചെറിയൊരു ഗ്ലിംസ്, ഒരു ടീസർ ടൈപ്പ് ഒരു സാധനം ഇവർ മുന്നോട്ട് ഇട്ട് തന്നത്. അതോടുകൂടി എല്ലാവരുടെയും വായില് ഡയലോഗ് തീർന്നു എന്ന് തന്നെ പറയാം. കാരണം എല്ലാവരും കണ്ണ് തള്ളിപ്പോയി. അങ്ങനത്തെ ഒരു കൊലകൊല്ലി ആയിട്ടായിരുന്നു തന്നത്. അതിനുശേഷം നമ്മുടെ ബിഗ് ബി, അമിതാഭ് ബച്ചന്റെ ഒരു സാധനം വന്നു. ഭുജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം വന്നു. അതിനുശേഷം പല അപ്ഡേറ്റുകൾ വന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. മാത്രമല്ല, അന്ന് കുറ്റം പറഞ്ഞ ആളുകളും ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഞെട്ടുന്ന രീതിയിലുള്ള സംഭവമാണ് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു എന്താ പറയാ, അധർമ്മത്തെ പിഴുതെറിയാൻ കൽക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ വലിയ ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ ഭുജ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിന് സൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ കീർത്തി സുരേഷാണ്. അങ്ങനെ ഒരുപാട് വലിയ വലിയ കാസ്റ്റ് ഉണ്ട്, താരനിരകൾ തന്നെയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വലിയ സിനിമയാണ്. അപ്പൊ ഇതിന്റെ ട്രെയിലർ 10-ാം തീയതി വരും എന്ന് പറഞ്ഞിട്ടൊരു ലേറ്റസ്റ്റ് പോസ്റ്റർ ഇവർ തന്നിട്ടുണ്ട്. ട്രെയിലർ 10th June എന്ന് പറഞ്ഞിട്ട് എവറിത്തിങ് ഈസ് അബൌട്ട് ടു ചേഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഏതോ ഒരു വലിയ ഗോളത്തിൽ, ഇത് ഭൂമിയാണോ ചൊവ്വയാണോ ഒന്നും അറിയില്ല, ചന്ദ്രനാണോ ഇനി, എന്തായാലും അവിടെ നമ്മുടെ പ്രഭാസൻ നിൽക്കുന്ന ഒരു സംഭവമാണ്. ചുറ്റിലും വലിയ ബിൽഡിങ്ങുകൾ ഉണ്ട്. തകർന്നടിഞ്ഞാണോ ഇനി വലിയ യുദ്ധം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണെന്ന് അറിയില്ല. അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും അധികം ജനവാസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം എന്ന രീതിയിലും തോന്നുന്നുണ്ട്. പിന്നെ അവിടെ എന്താണ് മനസ്സിലാവുക, ഒരു കർട്ടൻ ടൈപ്പ് എന്തോ ഒരു സംഭവം. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഇറങ്ങിയിട്ടുള്ള വല്ല പേടകമാണോ എന്നറിയില്ല. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഒരു സ്ഥലത്ത് നിന്ന് പ്രഭാസിന്റെ ക്യാരക്ടർ ചാടി വന്ന് ഭൂമിയിൽ അല്ലെങ്കിൽ നിലത്തേന് ഇടിച്ച് നിൽക്കുന്ന ഒരു സംഭവം. അത് ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും ഗ്രഹമാണോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ബ്രഹ്മാണ്ടം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട്. പുറകിൽ ആകാശം കാണാം, അവിടെ ക്ലൗഡ്സ് കാണാം, വേറെ എന്തൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. സൺലൈറ്റ് ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു പിടിയും തരാത്ത ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ടമാണ് എന്നുള്ളൊരു ഫീല് മാത്രം, എപ്പിക് എന്നുള്ളൊരു ഫീല് മാത്രം തരുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കിടിലൻ പോസ്റ്ററാണ്. 27/8/24, 27/6 കേട്ടോ, 27-ാം തീയതി ജൂൺ 27-നാണ് സിനിമ വരുന്നത്. എന്റെ പൊന്നോ. അപ്പൊ എന്തായാലും 10th ട്രെയിലർ കൂടി കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇനി ഇതിന്റെ ഒരു വീഡിയോ നമുക്ക് റിയാക്ട് ചെയ്യേണ്ട. അതിന്റെ മുമ്പ് നമ്മുടെ എന്താ പറയാ, ദ ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, തലപതി വിജയ്, വൺ ആൻഡ് ഓൺലി തലപതി വിജയ്. പുള്ളിക്കാരന്റെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് പോന്നിട്ടുണ്ട്. ഒരു ഷെഡ്യൂൾ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഏകദേശം എല്ലാ ഭാഗങ്ങളും തീർന്നു എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ ഷെഡ്യൂൾ 10-ാം തീയതിക്കുള്ളിൽ വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ഒരു 14 ദിവസത്തെ ഷെഡ്യൂളാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. സോ അതല്ല ഇവിടെ പറയാനുള്ളത്. ഇപ്പൊ ഏറി ഒരു നെഗറ്റീവ് വാർത്ത ഒഴുകിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് പുള്ളിക്കാരന്റെ ഈ ഒരു സിനിമയുടെ എന്താ പറയാ, ഈ പ്രൊഡക്ഷനിൽ നിന്നും പിന്മാറിയ ഒരു കഥ. അതായത് ഒരാൾ, അത് ധനയ്യ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അതിൽ നിന്നും പിന്മാറി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇവിടെ നടക്കുന്നുണ്ട്. വിജയ്ക്ക് പ്രതിഫലം 250 കോടി. നടന്റെ അവസാന ചിത്രം നിർമ്മിക്കാതെ പിന്മാറി ധനയ്യ. നിർമ്മാതാവിനെ കിട്ടുന്നില്ലെന്ന് പരാതി. അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അല്ല പറയുന്നത്. ഇതല്ലാതെ അവസാനത്തെ ഒരു ചിത്രം, ആ സിനിമയോട് കൂടി വിജയ് സിനിമയിൽ നിന്ന് എന്നേക്കുമായി പിന്മാറുമെന്നും പിന്നീട് സജീവമായ രാഷ്ട്രീയത്തിൽ വരും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അറിയാലോ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. 2026 പുള്ളിക്കാരൻ മത്സരിക്കും എന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരന് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കാൻഡിഡേറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ സിനിമയുടെ പ്രൊഡക്ഷൻ ധനയ്യ നിർമ്മിക്കും. ധനയ്യ എന്ന് പറഞ്ഞത് വലിയ പ്രൊഡ്യൂസറാണ്, ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം വിജയുടെ പ്രതിഫലം 250 കോടിയാണെന്ന് പറയുന്നത്, 250 crores. അപ്പൊ അത് താങ്ങാൻ പറ്റില്ല. അത്രയും ഒരു നടന് മാത്രം 250 കോടി നൽകി സിനിമയ്ക്ക് പിന്നെയും വരുന്ന കോടികൾ, അങ്ങനെ 500 കോടി 600 കോടിയൊക്കെ ബജറ്റിൽ സിനിമ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ധനയ്യ പിന്മാറി എന്നുള്ളൊരു വാർത്തയുണ്ട്. ഇത് നെഗറ്റീവ് വാർത്തയാണ്, ചുമ്മാ അങ്ങനെ പറഞ്ഞു വിടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടും വാർത്തകൾ കേട്ടിരുന്നു. പക്ഷെ ഏകദേശം ഇത് സത്യമാണെന്നുള്ളതാണ് കേൾക്കുന്നത്. മറ്റൊരു പ്രൊഡ്യൂസറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 250 കോടി സാലറി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഡ്യൂസറും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള വാർത്ത സത്യമാണെന്നാണ് തമിഴ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്.
സോ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. എനിവേ വിജയുടെ സിനിമയാണ്, അതിന് വർത്താണ് ആ സ്റ്റോറി, അതിൻ്റെ അപ്പുറത്തേക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാലോ, കേരളത്തിലടക്കം വിജയുടെ ഫാൻ പവർ അത്രയും വലുതാണ്. എത്ര കോടി കൊടുത്താലും നഷ്ടം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. എത്ര ഫ്ലോപ്പായുള്ള സിനിമയാണെങ്കിലും ബഡ്ജറ്റിന്റെ മുകളിൽ കളക്ഷൻ ഉണ്ടാക്കാൻ ആ സിനിമയ്ക്ക് കഴിയും. അതാണ് വിജയുടെ ഒരു സ്റ്റാർഡം, ആ ഒരു സാറ്റലൈറ്റ് വാല്യൂ, ആ ഒരു ഫാൻ പവർ എന്നുള്ളത്. സോ ചുമ്മാ തൽക്കാലത്തേക്ക് മാത്രം 1-2 ആളുകൾ കണ്ടെയ്ൻ ആയിട്ടെങ്കിലും ഇത് പടം നടക്കാതിരിക്കില്ല. എന്തായാലും അവസാന പടം കൂടിയാണ്, എന്തായാലും തിയേറ്ററിലേക്ക് ജനസാഗരം ഒഴുകും എന്നുള്ളതിൽ ഒരു ഡൗട്ടില്ല. ഗില്ലി വരെ റിലീസ് ചെയ്തിട്ടുള്ള അവസ്ഥ നമുക്കറിയാലോ. സോ അങ്ങനെ ഒരു വാർത്തയാണ് കേൾക്കുന്നത്. സോ അത് അവിടെ നിൽക്കട്ടെ. അവസാന സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തൽക്കാലം ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി കെ ട്രോള് ഈ കൽക്കി 289 AD ആദ്യത്തെ ഗ്ലിംസ് അല്ലെങ്കിൽ ആ ടീസർ വന്ന സമയത്ത് ഒരു 3 മിനിറ്റ് 32 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവാമി യുഗേ യുഗേ കൽക്കി ഗ്ലിംസ് ട്രോൾ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അധർമ്മത്തെ പിഴുതെറിയാൻ കൽക്കിയുടെ വരവ്, കൽക്കി 2898 AD ഗ്ലിംസ് റിയാക്ഷൻ ട്രോൾ പ്രൊജക്ട് കെ കൽക്കി PK. എനിവേ കണ്ടു നോക്കാം. ഇപ്പൊ ഇത് കാണേണ്ട അവസ്ഥയാണ്, കാരണം കൽക്കി വിചാരിച്ചതിനും അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് വാച്ച് ടുഗദർ. ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. കഥയോ? എന്റെ മോനെ നന്ന് കണ്ട ഫീല്. എടാ യൂസപ്പേ, വല്ലതും പിടികിട്ടിയ? മനുഷ്യർ സാധാരണ മൃഗങ്ങളെയാണ് കൂട്ടിലാക്കുന്നത്. ഇവിടെ മൃഗങ്ങൾ മനുഷ്യരെ കൂട്ടിലാക്കുന്നു. ഇവിടെ സ്വർഗവും നരകവുമില്ല, നല്ലതും ചീത്തയുമില്ല, വിശ്വാസങ്ങളുമില്ല. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. അമിതാഭ് ബച്ചൻ മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ചതുർഭുജ ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. कि हाथों की लकीरों को भी रुखसत कर, रोकने से भी नहीं रुकेगा तुम्हारा ये सल्तनत. എപ്പോഴെല്ലാം ഈ ലോകത്ത് അളവില്ലാത്ത അധർമ്മം തല ഉയർത്തുന്നുവോ ആ സമയങ്ങളിൽ അധർമ്മത്തെ പിഴുതെറിയാൻ ദൈവം ഈ ഭൂമിയിൽ അവതാരമെടുക്കും. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിരിയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, ഇവൻ നമ്മ വിചാരിച്ച പോലെ അല്ല കേട്ടാ, ആള് മിടുക്കനാണ്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ, ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. What is Project K? നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. പൊളിച്ചു മോനെ. എടാ ബാബു കലക്കി. ഞാൻ കടന്നു ചെല്ലാൻ പോകുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇരുട്ടിലേക്ക് കൊന്നു തള്ളപ്പെട്ട ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് ഞാൻ ഉത്തരമാവുകയായിരുന്നു. ഓക്കെ, വെരി ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. അതെ, വെരി ഡേഞ്ചറസ്.
അന്ന് കണ്ടപ്പോൾ ഭയങ്കര കുറെ മുമ്പ് വന്നാണല്ലോ സാധനം. അപ്പോൾ ഗ്ലിംസ് വന്നപ്പോൾ തന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ഷൻ ചാനൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കാണുമ്പോഴും ആ ഒരു ഫീലേ, ഒന്നാമത് ആ തുടക്കത്തിൽ ആ മ്യൂസിക് ഉണ്ടല്ലോ, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ആ സംഭവം ഇങ്ങനെയല്ല. എന്തായാലും അതും അതുപോലെ അമിതാഭിനെ കാണുമ്പോൾ ആ സംഭവം, അതുപോലെ ആ ഒരു ഡയലോഗ്, നീ ഒരു സാധുവായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. ഇപ്പോഴാണ് മോനെ സമാധാനമായത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആ ഒരു ബാഹുബലി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് പിന്നെ പുള്ളിക്കാരനെ കണ്ട് ഡൗൺ ആയിട്ട് താഴത്തേക്ക് വന്ന് ലാസ്റ്റ് അറിയാൻ പതൊക്കെ അയ്യോ ആലോചിക്കുമ്പോൾ തന്നെ കലിയാണ്. പിന്നെയും സലാറാണ്, കുറെ നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ പോലും ഓക്കെ, പുള്ളിക്കാരൻ്റെ ഒരു പവർഫുൾ സാധനം കാണാൻ പറ്റിയെന്നുള്ളൊരു സമാധാനം വന്നത്. പക്ഷെ ഇതില് ജസ്റ്റ് ഗ്ലിംസ് കണ്ടിട്ട് തന്നെ പ്രഭാസിന് കത്തിക്കേറുന്നുള്ളൊരു വിശ്വാസം അത് ആരാധകർക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫീലാണ് കൽക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നാഗശ്വിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ 10-ാം തീയതി ഇതിന് ട്രെയിലറിന് കട്ട വെയിറ്റിംഗ് ആണ്. 26-ാം തീയതി 27-ാം തീയതി അല്ലേ, എൻ്റെ മോനെ തിയേറ്ററിൽ കാണാൻ അതിനേക്കാളും വെയിറ്റിംഗ് ആണ്. സോ എന്നെ പോലെ ഇത്രയും ഈഗർ ആയിട്ട് ഇതിന്റെ ട്രെയിലറിനും സിനിമയ്ക്കും വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ വിജയ്ക്ക് 250 കോടി രൂപ സാലറി കൊടുക്കുന്നതിനെ പറ്റി, അദ്ദേഹത്തിനെ വാങ്ങുന്നതിനെ പറ്റി, അത് കാരണം പ്രൊഡ്യൂസേഴ്സ് മാറുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. പുള്ളി അത് ഡിസേർവിംഗ് ആണോ, ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് വന്ന് അത്രയും കൊടുത്ത് ആ സിനിമ ചെയ്യുമോ എന്നുള്ളതിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒരു രസത്തിന് കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.